There's no window seat? Maybe. സീറ്റ് ചേഞ്ച് ചെയ്തു ഒരുമാതിരി പന്ന പരിപാടിയായിപ്പോയി. കാത്തേ പസഫിക് പറ്റിച്ചു. ആ വാക്ക് പറയുന്നില്ല, നല്ല രീതിയിൽ പണി തന്നു, മൂഞ്ചിച്ച് കളഞ്ഞെന്ന് പറയാം. നമസ്കാരം ഫ്രം ഹോങ്കോങ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഹോങ്കോങ് എന്ന് പറയുന്ന ചൈനീസ് അധിനിവേശ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. യെസ്, ചൈനയുടെ ഭാഗമാണ് ഹോങ്കോങ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഹോങ്കോങ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ഹോങ്കോങ് നഗരത്തിലെ ഹോങ്കോങ് എയർപോർട്ടിൽ കഴിഞ്ഞ ദിവസം റിയാദിൽ നിന്നും കാത്തേ പസഫിക്കിൻ്റെ വിമാനത്തിൽ യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ എനിക്ക് 8.5 മണിക്കൂർ ലേയോറുണ്ട്. 8.5 മണിക്കൂർ നമ്മളിവിടെ എങ്ങനെ സ്പെൻഡ് ചെയ്യും. അതിനുശേഷം നമ്മളിവിടെ നിന്നും കാത്തേ പസഫിക്കിൻ്റെ തന്നെ എയർബസ് A330 വിമാനത്തിൽ നമ്മളിവിടെ നിന്ന് 4 മണിക്കൂർ യാത്ര ചെയ്ത് സിംഗപ്പൂരിലേക്ക് പോകും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഈ 8 മണിക്കൂർ ഞാനിവിടെ എന്ത് പോസ്റ്റ് എന്ത് കുന്തം ചെയ്യുന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പ്രശ്നം. ഇവിടെ പുറത്ത് ചുഴലിക്കാറ്റിൻ്റെ ടൈഫൂൺ വാണിങ്ങോ അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വിമാനങ്ങളൊക്കെ കുറച്ച് ലേറ്റ് ആയിരുന്നു. അങ്ങ് ദൂരെ കാണുന്ന മലകൾക്ക് മുകളിലൊക്കെ ഇങ്ങനെ കോട മൂടി നിൽക്കുന്നത് കാണാം. മൊത്തം മഴയായിരുന്നു, എയർപോർട്ട് ഫുള്ള് വെള്ളമായിരുന്നു. ശരിക്കും മൊത്തത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ പുറത്തുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടത്. ഇനിയിപ്പം വാർത്തകളൊക്കെ എടുത്ത് നോക്കണം എന്താണ് അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. ഈ ഹോങ്കോങ് എന്ന് പറയുന്നത് ശരിക്കും ഫുള്ള് മലകളാണ്. അതായത് കടൽ തീരത്തുള്ള മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളൊക്കെ തിങ്ങിപ്പാർക്കുന്ന കോൺക്രീറ്റ് വനമുള്ള ഒരു നഗരം. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹോങ്കോങ്. സിംഗപ്പൂരും ഹോങ്കോങ്ങും കുറേ സാമ്യതകളുണ്ടെന്നുണ്ടെങ്കിലും സിംഗപ്പൂരിൽ ഇത്രയധികം മലകളില്ല. സിംഗപ്പൂർ കൂടുതലും പ്ലെയിൻ ലാൻഡാണ്. ഹോങ്കോങ് ആണ് മൊത്തം മലയുള്ളത്. നല്ല അടിപൊളി മല, നല്ല കിടിലൻ ട്രക്കിങ്ങും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഹോങ്കോങ്ങിലേക്ക് നമ്മൾ തിരിച്ചു വരും. അത് ഏതിലാണ് തിരിച്ചു വരുന്നത് അറിയോ? എമിറേറ്റ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ, എമിറേറ്റ്സ് 380 ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹോങ്കോങ്ങിലേക്ക് തിരിച്ചു വരും. അങ്ങനെ കുറേ കിടക്കാച്ച് വീഡിയോസ് വരുന്നുണ്ട് ഗൈസ്. നമുക്കിവിടെ കാത്തേ പസഫിക്കിൻ്റെ തന്നെ ദ പിയർ എന്ന് പറയുന്ന ഒരു ബിസിനസ് ക്ലാസ് ലോഞ്ച് ഉണ്ട്. അപ്പോൾ ഈ ലോഞ്ചിൽ നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ലോഞ്ചിലേക്ക് നമുക്ക് കയറാം. സാധാരണ ഇതിൽ നമുക്ക് ട്രാൻസിറ്റിൽ ഈ 7-8 മണിക്കൂറൊന്നും ലോഞ്ചിൽ ഇരിക്കാനായിട്ട് പറ്റുകയില്ല. പക്ഷേ നമുക്ക് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് സിംഗിൾ PNR ആയതുകൊണ്ട് നമുക്ക് ഇവിടെ 8 മണിക്കൂറൊക്കെ ഇരിക്കാനുള്ള ആക്സസ് കിട്ടും എന്നാണ് എനിക്ക് അറിയുന്നത്. ഹായ്, സോറി, I'll get it, yeah. Yep. And I think it's a re-entry scan in case you want to go in or out. Or Oh yeah, I can go in and out. I can go out, right? Yeah, okay. So do you have a shower area here? Yes, that's after the tea house. Okay, thank you. ഇത് അടിപൊളി ലോഞ്ചാണല്ലോ. ഇത് സെറ്റപ്പ് ലോഞ്ച്. ഇവിടെ ലോക്കർ റൂമൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ ബാഗൊക്കെ ഇവിടെ നമ്പർ ലോക്കൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഉണ്ടോ? ടീ ഹൗസ്, നൂഡിൽ ബാർ. ആഹാ, രാവിലെ ആൾക്കാർ ഫുഡ് അടിയാണല്ലോ. നല്ല സ്പേഷ്യസ് ലോഞ്ച്, അടിപൊളി ലോഞ്ച്, കിടക്കാച്ചി ലോഞ്ച്. വിമാനങ്ങളൊക്കെ കണ്ടിങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഇന്നലെ രാത്രി വിമാനത്തിൽ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങിയതുകൊണ്ട് എനിക്കിന്ന് വലിയ ഉറക്കക്ഷീണവും പരിപാടികളൊന്നുമില്ല. ഇതെന്താണിത്? ഇത് കോഫി ബാറാണ്. ഇവിടെ കോഫിയും പിന്നെ ബിയറും അങ്ങനെ സാധനങ്ങളൊക്കെ. ഇവിടെ ഫുഡ്, നല്ല കിടക്കാച്ചി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതിന് മുമ്പ് ആദ്യം എനിക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആവണം. കുളിച്ച് ഫ്രഷായി കഴിഞ്ഞാൽ ഇത് കണക്കുള്ളൂ. ഇത് വലിയ ലോഞ്ച്, ഇത് കിടക്കാച്ചി ലോഞ്ച്. ഇവിടെ ബാറൊക്കെ ഉണ്ട്. രാവിലെ ആൾക്കാരിരുന്ന് അടിക്കുന്നു. ഇവിടെ ലോഞ്ചിലിരുന്ന് നമുക്ക് വിമാനം കാണാം. ഇതാണെന്ന് തോന്നി ഞാൻ വന്ന വിമാനം. ഇത് തന്നെ ഞാൻ വന്ന വിമാനം. കണ്ടില്ലേ? നമുക്ക് കാത്തേ പസഫിക്കിൻ്റെ എയർബസ് A350 വിമാനം. നമുക്ക് ആദ്യം ഷവറൊക്കെ ഇവിടെ തപ്പട്ടെ പോയിട്ട്. അത്യാവശ്യം നല്ല ആളുണ്ടല്ലോ ഇവിടെ. ഇവിടെ വലിയ ലോഞ്ചും അതുപോലെ ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഫുഡ് ഓപ്ഷൻ. ഇത് നൂഡിൽ ബാറാണ്. ഇവിടെ നൂഡിൽ കഴിക്കാനുള്ള സെറ്റപ്പ്. നല്ല ഇരുണ്ടിരിക്കുന്ന ആംബിയൻസാണ്. ഉറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, പറയാൻ പറ്റില്ല. നോക്കട്ടെ. വാഷ്റൂംസ്, റിലാക്സേഷൻ റൂംസ്. ഇവിടെ സോഫയൊക്കെ ഉണ്ട്, കിടന്ന് ഉറങ്ങാം. ക്വയറ്റ് ലോഞ്ചസ്. ഇവിടെയാണ് ഷവർ ഏരിയാസ്. ഇറ്റ്സ് റെഡി. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇതാണ് നമ്മുടെ ഷവർ റൂം. വാവ്, സെറ്റപ്പാണല്ലോ. ഇത് കിടില ലോഞ്ച്, പൊളി. അപ്പോൾ നമുക്ക് ഇന്നലെ ഇട്ട ഡ്രസ്സൊക്കെ മാറി ഷവറൊക്കെ ചെയ്ത് പ്രാഥമിക കാര്യങ്ങളെല്ലാം നിർവഹിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ലോഞ്ചിൽ പോയി ഇരിക്കാം അല്ലേ? എന്നിട്ട് നമ്മുടെ പണിയൊക്കെ ചെയ്യാം. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പാട്ടൊക്കെ കേട്ട് കുളിക്കാൻ നോക്കി, അടിപൊളി. ഇവിടെ ഹെയർ ഡ്രയറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വലിയൊരു മിററുണ്ട്. പിന്നെ ഇവിടെ ഹാൻഡ് ആൻഡ് ബോഡി ലോഷൻ, പിന്നെ ഹാൻഡ് വാഷ്, പിന്നെ ഇവിടെ ബ്രഷ്, അതായത് നമുക്ക് ഡെൻ്റൽ സെറ്റ് ഉണ്ട്, അതായത് പല്ലൊക്കെ തേക്കാം. പിന്നെ ഫേസ് ക്ലീൻസർ, പിന്നെ മൗത്ത് വാഷ്, ടിഷ്യൂ പേപ്പർ, അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ പെട്ടിയൊക്കെ തുറന്ന് വെച്ച് ഡ്രസ്സ് മാറാൻ വേണ്ടി ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഷവർ ഏരിയ ഉണ്ട്. ഇവിടെ ഷവർ ഏരിയയിലൊക്കെ ശരിക്കും 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഉള്ള പോലെ തന്നെയുള്ള ആ ഒരു സെറ്റപ്പാണ് കംപ്ലീറ്റ്. ഉള്ളതാണ് പരിപാടി. ലോഞ്ച് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും
ഇതൊക്കെ എന്ത് അടിപൊളി ലോഞ്ചുകളാണ് അല്ലേ, നല്ല കിടക്കാച്ചി ലോഞ്ചുകളാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരട്ടെ പ്ലീസ്, എന്നിട്ട് നമുക്ക് ബാക്കി. ശരിക്കും എയർപോർട്ടിലുണ്ടല്ലോ ഇതുപോലുള്ള സൗകര്യങ്ങൾ കാരണം എന്ത് ലാഭം അറിയാമോ അല്ലേ? Good afternoon, everyone. We're passing through Mr. Shin Nakamura. Mr. Shin Nakamura. Traveling on Cathay Pacific Flight 598 coming for Osaka Kansai. പുള്ളി Please contact our staff at the service പുള്ളിയുടെ center. ഫ്ലൈറ്റിന് സമയമായി, പുള്ളിനെ കാണുന്നില്ല, അതാണ് പറയുന്നത്. വേഗം വാ വേഗം വാ. ശരിക്കും ഇതുപോലുള്ള ലോഞ്ച് നമുക്ക് സൗകര്യമല്ലേ ഇതുപോലുള്ള സ്ഥലങ്ങൾ. ശരിക്കും നമുക്ക് പ്രയോറിറ്റി പാസോ അല്ലെങ്കിൽ ലോഞ്ച് ആക്സസ് ഉള്ള കാർഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വരാം. പക്ഷെ അത് നമുക്ക് എന്തായാലും 2-3 മണിക്കൂറൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. ഫ്രീ ആയിട്ട് ഇതൊക്കെ ഉപയോഗിക്കാം. 2-3 മണിക്കൂറൊക്കെ നമുക്ക് സമയം കിട്ടുള്ളൂ. ഇതിപ്പോൾ നമുക്ക് അടുത്ത ഫ്ലൈറ്റിൻ്റെ സമയം വരെ ഫുള്ള് നമുക്ക് യൂസ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ടവൽസ്. ടവലും വെച്ചിട്ടുണ്ട്, വലിയൊരു ബാത്ത് ടവല്, പിന്നെ ഫേസ് ടവലും ഹാൻഡ് ടവലും. ഇത്രയും സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ കുളിയും പരിപാടിയെല്ലാം കഴിഞ്ഞാൽ വിസ്തരിച്ചങ്ങ് കുളിച്ച് അങ്ങനെ AC ഒക്കെ ഉള്ള ബാത്റൂമിൽ പാട്ടൊക്കെ കേട്ട് വിശാലമായിട്ട് ഞാൻ കുളി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി. ഇനിയിപ്പോൾ പുറത്ത് പോയിട്ട് നമുക്ക് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഇനിയിപ്പോൾ 7 മണിക്കൂർ പോകുന്നുണ്ട്. 7 മണിക്കൂർ നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, ബൈ ബൈ. താങ്ക് യു, ബൈ. കുളി കഴിഞ്ഞ് ഞാൻ എൻ്റെ പെട്ടി 16-ാം നമ്പർ ലോക്കറിൽ നമ്പർ ലോക്ക് ഇട്ട് പൂട്ടി വെച്ചു. ഇനി നമുക്ക് പോകാൻ നേരം എടുത്താൽ മതിയല്ലോ, അതേ കൊണ്ട് നടക്കണമല്ലോ. ഇവിടെ വർക്ക് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ, കുറേ കമ്പ്യൂട്ടേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യാം, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആരാണ്ടര കമ്പ്യൂട്ടർ ഉപയോഗിക്കണ്ടേ, അതാണ്. ഇനി നമുക്ക് വിമാനമൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു നല്ലൊരു സീറ്റ് കണ്ടുപിടിക്കട്ടെ. കംഫർട്ടബിളായിട്ടിരിക്കാൻ പറ്റുന്ന സീറ്റ് വല്ലതുണ്ടോ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് അവിടെ ഇരിക്കാമല്ലോ. അതല്ലേ സംഭവം. അവിടെ ഇവിടെയൊക്കെ കുറേ സ്ഥലത്ത് ഇതുപോലെയുള്ള ബിയറും ഡ്രിങ്ക്സും സംഭവങ്ങളും വെച്ചിട്ടുണ്ട്. പിന്നെ പത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അതുപോലെ സൺഡേ മോർണിംഗ് പോസ്റ്റ്, ചൈന ഡെയിലി, പിന്നെ കുറേ ചൈനീസ് പത്രങ്ങൾ. ഞാനിവിടെ ഉള്ള സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് അവിടെ ഒരു നൂഡിൽ ബാറുണ്ട്. അപ്പോൾ ആ നൂഡിൽ ബാറിൽ ഞാൻ എഴുതി വെച്ചിരുന്ന എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തു. അവരിപ്പോൾ എടുത്തു തരും. എനിക്കിത് ഈ സാധനമൊക്കെ തന്നിട്ടുണ്ട്. ഇത് റെഡി ആകുമ്പോഴത്തേക്കും അങ്ങോട്ട് പോയാൽ മതി. ഗൈസ്, ഇതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ടൊമാറ്റോ ബ്രോത്തിൽ വെർമിസെല്ലി, റൈസ് വെർമിസെല്ലി ഇട്ട് തന്നിരിക്കുന്നൊരു സാധനമാണ്. ടൊമാറ്റോ ഇതിനകത്ത് ആ ഒരു ഗ്രേവി പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സോസ്, അതിനകത്ത് റൈസ് വെർമിസെല്ലി ഇട്ടിട്ട് തന്നിരിക്കുന്ന സാധനം. പിന്നെ ഒരു ഗ്ലാസ് പാല്, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം. അതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. സോറി, ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഇത് 12:30-1 മണി എങ്ങാണ്ടായി. ഇന്ന് ലഞ്ചാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നലെ ഫ്ലൈറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, കഴിച്ചില്ല. സോ ദിസ് ഈസ് ലഞ്ച്. ഞാനത് മൊത്തം കഴിച്ച് തീർത്തു. നല്ല ടേസ്റ്റായിരുന്നു ഗൈസ്. ഇതിനകത്ത് ഇവരുടെ കോണ്ടിമെൻറ്റ്സ് കിട്ടും, കുറച്ച് ചില്ലിയും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ. അത് ഇട്ട് കഴിഞ്ഞാൽ അസാധ്യ ടേസ്റ്റാണ്. ഇവിടുത്തെ ലോഞ്ചിലെ വൈഫൈയുടെ സ്പീഡ് കണ്ടു, അടിപൊളി, നല്ല കിടുക്കാച്ച സ്പീഡ്. ഡൗൺലോഡും അപ്ലോഡും എല്ലാം ഉണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ആ ഒരു ബിസിനസ് ഏരിയയിൽ ആ ഭാഗത്തേക്ക് വന്നിരുന്നു. വീട്ടിൽ നിന്ന് നമുക്ക് കുറേ പണിയുണ്ട്, വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട്, പിന്നെ കുറേ പരിപാടികൾ ചെയ്ത് തീർക്കാനുണ്ട്. സോ ലെറ്റ്സ് സിറ്റ് ഹിയർ ആൻഡ് ഫിനിഷ് ഇറ്റ്. സമയം 4 മണിയായി. ഞാനിങ്ങനെ ഒന്ന് പുറത്തേക്ക് വന്ന് നോക്കിയപ്പോഴത്തേക്കിനും ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിമാനങ്ങളിങ്ങനെ വന്നും പോയി ഇരിക്കുകയാണ്. ഇവിടെ കംപ്ലീറ്റ് കാത്തേ പസഫിക്കിൻ്റെ വിമാനങ്ങൾ മാത്രമാണ്. ഞാൻ കഴിഞ്ഞൊരു 3-3.5 മണിക്കൂർ ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇവിടെ ഇരുന്ന് എൻ്റെ കുറേ പണിയൊക്കെ ചെയ്ത് തീർത്തു. സമയം ഇപ്പോൾ വൈകിട്ട് 6 മണിയായി. നേരത്തെ കിടത്തും 350 പോയിട്ട് ഇവിടെ വീണ്ടും വേറെ 350 വന്നു. ഇവിടെ 350 മാത്രമാണ് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ തലങ്ങും 350 ഇങ്ങനെ മാറി നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 6 മണിയായപ്പോഴാണ് എനിക്ക് വിശന്നത്. മൊത്തം ടൈമൊക്കെ മാറി കിടക്കുന്നതുകൊണ്ട് മൊത്തം കുളമായി കിടക്കുകയാണ്. ഞാൻ വേറെ എന്തോ ഒരു നൂഡിൽ എടുത്തുകൊണ്ട് വന്നു. വീണ്ടും നൂഡിൽ ബാറിൽ തന്നെ വന്നു. ഇതിൻ്റെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല, എന്തോ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. സെയിം കോണ്ടിമെൻസും, പിന്നെ ഇത് ഫ്രഷ് ജ്യൂസാണ്, എന്തോ ഒരു പ്രത്യേക ജ്യൂസാണ്. ഇതിനകത്ത് ഗ്രേപ്പും പിന്നെ കുറേ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്, മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ്. ഇത് സോയ് സോസൊക്കെ ഇട്ടിട്ടുള്ള ഒരു പ്രത്യേകതരം നൂഡിൽ. നമ്മൾ നാട്ടിൽ കഴിക്കുന്ന നൂഡിൽ അങ്ങനത്തെ സാധനമേ അല്ല. ഇത് വേറെന്തോ സാധനമാണ്, ഒരു പ്രത്യേകതരം ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ വിമാനത്തിൻ്റെ സമയം ആയി തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ വിമാനത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിരിക്കുന്നുണ്ടോ. ഈ വൈഫൈ ചിഹ്നം കണ്ടില്ലേ,
അതൊക്കെ ഈ ഇവരുടെ വിമാനങ്ങളിലെല്ലാം വൈഫൈ ഉണ്ട്, ഏതൊക്കെ വിമാനങ്ങളിൽ വൈഫൈ ഇല്ല എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് വൈഫൈ ചിഹ്നം കൊടുത്തിരിക്കുന്നത്. പണ്ടൊരു കാലത്ത് ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു കാത്തേ പസഫിക്. ഇപ്പോഴാണ് അതിൻ്റെ മോടിയൊക്കെ ഒന്ന് നഷ്ടപ്പെട്ടു പോയത്. പക്ഷേ ഇവരുടെ ലൗഞ്ചൊക്കെ അടിപൊളിയാട്ടോ. ഇവിടെ ബാറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഈ ഭാഗത്തോട്ടേ വന്നില്ലായിരുന്നു. ഓ താങ്ക് യു. കഴിഞ്ഞ 7 മണിക്കൂറായിട്ട് ഞാൻ ഈ ലോഞ്ചിലിരിക്കുമായിരുന്നു. ഞാൻ ഈ ഭാഗത്തോട്ട് വന്നില്ല. ഞാൻ ഇപ്പോഴാണ് ഇവിടെ വന്നിട്ട് ഞാനൊരു ഗ്ലാസ് ഷാമ്പെയിൻ വാങ്ങിച്ചത്. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നല്ല സുഖമില്ലായിരുന്നു, അതുകൊണ്ട് യാത്രകളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഓണാഘോഷം ഓണസദ്യയൊക്കെ ആയിട്ട് ഞാനൊരു 3-4 കിലോ കൂടി. എനിക്ക് എൻ്റെ മുഖമൊക്കെ അതിൻ്റെ മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത 2 മാസത്തെ അമേരിക്കൻ യാത്രയുടെ പട്ടിണി കിടന്നിട്ട് വേണം ഈ പറഞ്ഞ വെയിറ്റൊക്കെ കുറയ്ക്കാനായിട്ട്. പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ബാഗ് എടുക്കണ്ടേ? യെസ്, ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. ഹോങ്കോങ് വരാനായിട്ട് നമുക്ക് ഇന്ത്യക്കാർക്ക് ഒരു പ്രീ അറൈവൽ രജിസ്ട്രേഷൻ കാർഡുണ്ട്. അതിനെപ്പറ്റി ഞാൻ അടുത്ത ഹോങ്കോങ് വരുമ്പോൾ ഞാൻ പറയാം അതിനെപ്പറ്റി എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. നമ്മുടെ ഗേറ്റ് ഇനി എവിടെ തപ്പി പിടിക്കട്ടെ. ഇത് നമ്മുടെ എമിറേറ്റ്സിൻ്റെ 380 വിമാനം. ഇത് ദുബായ്, ബാങ്കോക്ക്, ഹോങ്കോങ് റൂട്ടിൽ ഓടുന്നതാണ്. ഈ വിമാനത്തിൽ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഉടനെ യാത്ര ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ക്ലാസ്സിലും ബിസിനസ് ക്ലാസ്സിലും അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ ഗൈസ്. എൻ്റെ അടുത്ത ഫ്ലൈറ്റ് ഇവിടുന്ന് 30ാമത്തെ ഗേറ്റിൽ നിന്നെങ്ങാണ്ട. ഞാനിപ്പോൾ ഉള്ളത് 65ാമത്തെ ഗേറ്റ്. 161, 201, 530. ഇത്രയും ഗേറ്റൊക്കെ ഉണ്ടോ? ഇതെന്തോന്നടി ഇത്? ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ഒരു കിടിലൻ എയർപോർട്ടാണ് ഹോങ്കോങ്. ഇവിടെ ഹോങ്കോങ് എയർപോർട്ടിൽ ഡെക്കാത്തലോൺ ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് എയർപോർട്ടിനുള്ളിൽ ഡെക്കാത്തലോൺ കാണുന്നത്. ഈ ലോകത്ത് ഇത്രയും സ്ഥലത്ത് ഞാൻ ട്രാവൽ ചെയ്തിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അതെന്തായാലും ഭയങ്കരമായി. ഇതെല്ലാ എയർപോർട്ടിലും വേണം. വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് ഈ ഡെക്കാത്തലോൺ എല്ലാ എയർപോർട്ടിലും വരിക എന്നുള്ളത്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ചെറിയ പൈസയ്ക്ക് ഡെക്കാത്തലോണിൽ നിന്നും വാങ്ങാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് കൊള്ളാമല്ലോ. ഹോങ്കോങ്ങിൻ്റെ ടവല് നോക്കി, ദാറ്റ്സ് നൈസ്. ഹോങ്കോങ് ടവല്, ഇങ്ങനെ കുറച്ച് സ്പെഷ്യാലിറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ യാത്രകൾക്കിടയിൽ നമുക്ക് ഉപയോഗിക്കേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ, ബേസിക് സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാം. ഷൂസ് വരെയുണ്ട്, കണ്ടില്ലേ? ഷൂസ്, സോക്സ്, പിന്നെ വളരെ ബേസിക്കായിട്ട് വേണ്ട സാധനങ്ങൾ, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഹോങ്കോങ് ടു സാൻ ഫ്രാൻസിസ്കോ ഫ്രീ ഗെയിം എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ എന്തോ ഫ്രീ ആയിട്ട് ഗെയിം കളിക്കുന്ന എന്തോ പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ഗംഭീര എയർപോർട്ടാട്ടോ ഇത്. അവിടെ എന്താ അടിപൊളിയായിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് നടക്കുകയാണെന്ന് നോക്കി. നമ്മളെല്ലാവരും ഈ സാധനത്തെ കയറുകയും ചെയ്യും, അതിൽ സ്പീഡിൽ നടക്കുകയും ചെയ്യും ഇല്ലേ? ഇവർക്ക് ഹെൽസിങ്കിയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒക്കെ ഉണ്ട് ഇവിടുന്ന് ഫിൻലൻഡിലേക്ക്. ഇതാണ് നമ്മളിന്ന് പോകാൻ പോകുന്ന ഫ്ലൈറ്റ്, ഹോങ്കോങ് ടു സിംഗപ്പൂർ. ഇത് ഇവിടെ 30ാം നമ്പർ ഗേറ്റിൽ നിന്നും ഇപ്പോൾ ഇവർ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ബോർഡിംഗ് സ്റ്റാർട്ടിങ്. അത് വർക്ക് ചെയ്യൂ? Hello gentlemen, can I have your boarding pass and passport? Yeah, sure. I can also have the passport. നമ്മുടെ ഫേസ് ഒന്നും വർക്ക് ചെയ്യില്ലല്ലോ, അതൊക്കെ അവിടെ സ്കാൻ ചെയ്യണ്ടേ? നല്ല വർക്ക് ചെയ്യുള്ളൂ. ഇവിടുത്തേറല്ലേ? There's a seat change for you because our flight has changed the type of aircraft. Okay. So your seat is changed to 14H. Is there a window seat? There should be an aisle seat or window seat. Huh? There's no window seat? Maybe. ആ? 1 second. എൻ്റെ സീറ്റ് ചേഞ്ച് ചെയ്തു തന്നു. അതൊരുമാതിരി പന്ന പരിപാടിയായി പോയി. അതെന്നാ പരിപാടിയാണ്? അതെന്താ എൻ്റെ സീറ്റ് ചേഞ്ച് ചെയ്തവര്? 14H എന്ന് പറയുന്നത് അയൽ സീറ്റാണ്, വിൻഡോ സീറ്റ് അല്ല. പിന്നെ രാത്രി ആയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ എന്നാലും അത് ഭയങ്കര മോശമായി പോയി കേട്ടോ. എന്താണ് കാത്തേ പസഫിക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ദാറ്റ് ഈസ് വെരി സാഡ്. ഞാൻ സീറ്റ് സെലക്ട് ചെയ്തതാണ്, ആ സീറ്റ് സെലക്ട് ചെയ്തത് അവർ മാറ്റി. ഇത് എക്യുപ്മെൻറ്റ് ചേഞ്ച് ഉണ്ടെന്നാണ് പറഞ്ഞത്. എക്യുപ്മെൻറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഫ്ലൈറ്റ് എയർക്രാഫ്റ്റ് മാറ്റിയിട്ടുണ്ടാവും, അതാണ് സംഭവം. പക്ഷെ അത് മോശമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. എനിക്ക് ഏത് സീറ്റാണ് എന്താണെന്ന് അറിയില്ലല്ലോ. Let's go and see. Hi, how are you? It's 14H. Yes, the other side. Other side. Yeah. belonging. Thank you. ഇതാണോ? ഹായ്. പറ്റിച്ച്. ഇതല്ല നമ്മുടെ സീറ്റ്. ഇവര് നമ്മളെ പറ്റിച്ചു ഗൈസ്. ഇത് ഇങ്ങനത്തെ സീറ്റാണ്. ഇതിനകത്ത് 2 സീറ്റ്, ഇത് ബ്ലാങ്കറ്റും പില്ലോയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊരുമാതിരി പന്നപ്പരിപാടിയായി പോയി. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈവസിയും ഇല്ലാത്ത ഒരു ബിസിനസ് ക്ലാസ് സീറ്റ് ഇത് തന്ന് കാത്തേ പസഫിക് പറ്റിച്ചു. ശരിക്കും ഇങ്ങനെ അല്ല, നമ്മൾ ബുക്ക് ചെയ്ത വിമാനം ഇങ്ങനെ ആയിരുന്നില്ല. എക്യുപ്മെൻറ്റ് ചേഞ്ചസ് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ ഇതെങ്ങനെ ചെയ്യുന്നത് ശരിക്കും ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടതുപോലെ 1-to-1 ആക്സസ് ഉള്ള ഒരു വിമാനത്തിലായിരുന്നു നമ്മളിന്ന് പോകേണ്ടിയിരുന്നത്. അതായത് ഇവിടെ 1, ഇവിടെ 2, അപ്പുറത്തൊന്ന് എന്നുള്ള രീതിയിൽ. അതാണ് നമുക്ക് കംപ്ലീറ്റ് പ്രൈവസി കിട്ടുന്ന സംഭവം. ശരിക്കും പ്രീമിയം ബിസിനസ്
ഫസ്റ്റ് ക്ലാസ് എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ആർക്കും ഒരു പ്രൈവസി ഇല്ല. ഇപ്പോൾ എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് എണീറ്റ് പോകണമെന്നുണ്ടെങ്കിൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ പുള്ളിക്ക് ഇറങ്ങി പോകാനും പറ്റത്തില്ല. 4 മണിക്കൂർ ദൈർഘ്യമുള്ള വിമാനയാത്രയാണ്. ഞാൻ സിനിമ കാണാൻ കരുതി ഇതെടുത്തതാണ്. ഇത് ടച്ചൊന്നും റെസ്പോൺസീവ് അല്ല. ഇത് ഭയങ്കര ഷോ ആണ്. അതൊന്നും മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല. ഇതൊരു പഴയ എയർക്രാഫ്റ്റ് ആണെന്ന് തോന്നുന്നു. എന്തോന്നറിയാം, ഇത് ഞെക്കിയിട്ടൊന്നും വരുന്നില്ലല്ലോ. ഞാൻ നേരത്തെ ബുക്ക് ചെയ്ത ഫ്ലൈറ്റിൽ നമ്മൾ ഇന്നലത്തെ ഫ്ലൈറ്റിൽ പോലെ നമുക്ക് നീണ്ടു നിവർന്ന് വിശാലമായിട്ട് കിടക്കാമായിരുന്നു. ഇതിനകത്ത് അതൊന്നും പറ്റുകയില്ല. ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. കണ്ടല്ലേ, മര്യാദയ്ക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റത്തില്ല. അതിനുള്ള പ്രൈവസി പോലും ഇല്ല. ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റത്തില്ല മറ്റൊരാളുടെ മുഖം വരാതെ. അത്രയ്ക്ക് ഇതായിപ്പോയി. ഇത്രയും പൈസയും വാങ്ങിച്ചിട്ട് ഇവന്മാർ ആളെ പറ്റിക്കുന്ന പരിപാടി ആക്കിയത്. ഞാൻ മൊബൈൽ ചാർജ് ചെയ്യാനിരുന്ന് ഞാൻ എടുത്ത് കുത്തിയിട്ട് ആ ചാർജറാണെങ്കിൽ വർക്ക് ചെയ്യുന്നുമില്ല. ഒന്ന് ചാർജ് ആവും, പിന്നെ ഓഫ് ആവും, വീണ്ടും ചാർജ് ആവും, പിന്നെ ഓഫ് ആവും, വീണ്ടും ചാർജ് ആവും, പിന്നെ ഓഫ് ആവും. എന്ത് ചെയ്യാനാണ്? ഇതായിരുന്നു അവസ്ഥ. നമ്മൾ വിമാനത്തിൽ കയറിയിട്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോഴാണ് വിമാനം പുഷ് ബാക്ക് ചെയ്യുന്നത്. ചാർജർ ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഹെഡ്ഫോൺ എടുത്ത് സിനിമ കാണാമെന്ന് കരുതി ഹെഡ്സെറ്റ് എടുത്ത് കുത്തി നോക്കിയപ്പോഴത്തേക്കിനും അതും മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല. എന്തോ ഒരു പഴഞ്ച തള്ളിപ്പൊളി ഫ്ലൈറ്റ് കൈ കിട്ടിയ പോലെയാണ് സംഭവം നടന്നത്. ഞാൻ അതിൽ നിന്നൊരു തമിഴ് പടം കയ്യിലെടുത്തു. നമ്മുടെ മാത്യു ഒക്കെ അഭിനയിച്ച ഒരു തമിഴ് പടമാണത്. അത് ധനുഷാണ് ഇതിൻ്റെ സംവിധായകൻ ഉണ്ടായിരുന്നത്. കുഴപ്പമില്ലാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ 2 മണിക്കൂർ ഇരുന്ന് കാണാൻ പറ്റിയൊരു പടം. നിലാവുക്ക് എന്മേൽ എന്നടി കോപം എന്ന് പറഞ്ഞ ഒരു സിനിമയായിരുന്നു. 2 മണിക്കൂർ ഉണ്ടായിരുന്നു. ഞാൻ ആ സിനിമ ഇരുന്ന് കണ്ടു. അപ്പോഴത്തേക്ക് നമ്മുടെ വിമാനം ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് റൺവേയിലേക്ക് കൊണ്ടുപോയി. ടേക്ക് ഓഫ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കിനും വിമാനത്തിലെ ഈ ലൈറ്റുകളൊക്കെ അണയ്ക്കുമല്ലോ. അപ്പോഴത്തേക്കിനും ചെറിയൊരു മയക്കത്തിലേക്കൊക്കെ പോകും. What is this? The orange juice. Orange juice is champagne, right? Yeah, I'll take the champagne. Of course. Thank you. I get orange juice. Of course. ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഒരു ഗ്ലാസ് ഷാമ്പയിൻ കൊണ്ട് തന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കപ്പലണ്ടിയും സാധനങ്ങളൊക്കെ കൊണ്ട് തന്നു. ഞാനിവിടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, വേറെ ഒന്നും ചെയ്യാനില്ല. എനിക്കാണെങ്കിൽ മൊബൈൽ ചാർജ് ചെയ്യാൻ പോലും എൻ്റെ കയ്യിൽ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ആ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. താങ്ക് യു. Sir, is hot towel for you? Thank you. May I operate the hot towel? Thank you. താങ്ക് യു. ഇത് മറ്റേ ഒലിവ് ഓയിലില്ല, എക്സ്ട്രാ വെർജിൻ ഓയിൽ. നമുക്ക് ഈ തന്നിരിക്കുന്ന സലാഡ്സിനകത്തൊക്കെ ഇടാൻ വേണ്ടിയുള്ള ഒലിവ് ഓയിലാണ്. ഇത് ഞാൻ ആക്ച്വലി ഫസ്റ്റ് സാൽമൺ ആണെന്നാണ് കരുതിയത്. പക്ഷേ അല്ല, അത് പോർക്കായിരുന്നു. ആദ്യമായിട്ടാണ് ഈ വിമാനത്തിൽ പോർക്ക് കൊണ്ട് തരുന്നത് കാണുന്നത്. അത് ഞാൻ കഴിക്കാത്തതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിലുള്ള തക്കാളിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ കഴിച്ചിട്ട് ഞാൻ തിരിച്ചു കൊടുത്തു. കാരണം ഞാൻ പോർക്ക് കഴിക്കില്ലല്ലോ. പക്ഷേ അത് ഞാൻ എൻ്റെ ഒരു ചെറിയ കഷ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ കഴിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനാണെങ്കിൽ ഇതേ തുടങ്ങി നല്ല ടർബുലൻസ്. ഈ ഗ്ലാസ്സൊക്കെ കിടന്ന് കുലുങ്ങുന്ന കണ്ടില്ലേ? നല്ല വിമാനം കിടന്ന് ചടപടാന്ന് പറഞ്ഞ് കിടന്ന് കുലുങ്ങുമായിരുന്നു. Spicy chicken. ഓക്കെ. Please make that one spicy. Yeah, it's very hot. Yes. Thank you. You're welcome. ഇതാണ് ഞാൻ പ്രീ ബുക്ക് ചെയ്ത മീൽ. കാത്തേ പസഫിക് ഹോങ്കോങ്ങിൽ നിന്ന് പുറപ്പെടുന്ന വിമാനത്തിൽ നമുക്ക് അത്യാവശ്യം നല്ല മെനു ഒക്കെ നമുക്കുണ്ടാവും. അത് നമുക്ക് നേരത്തെ നോക്കിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് പ്രീ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഒരു സിഷ്വാൻ സ്റ്റൈൽ ചിക്കൻ പ്രിപ്പറേഷൻ വിത്ത് റൈസാണ് ഇത്. ഞാൻ പ്രതീക്ഷിച്ച രീതിയിലുള്ള ലുക്കൊന്നും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിലും മോശമില്ലാത്തൊരു ടേസ്റ്റ് അതിനകത്തുണ്ടായിരുന്നു. ചോറ് കഴിച്ചില്ല. ഞാൻ ആ ചിക്കൻ മാത്രം അവിടെ ഇരുന്ന് കഴിച്ചു തീർത്തു. കാരണം ചോറ് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചിക്കൻ ഞാൻ കഴിച്ചു തീർത്തു. ഒരു ഓവർ സ്പൈസി ആയിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഓവർ സ്പൈസി ആയിരുന്നില്ല. കുറച്ചുകൂടെ ക്രിസ്പി ആയിരിക്കും എന്ന് ഞാൻ കരുതി. പക്ഷേ അത് ക്രിസ്പി ആയിരുന്നില്ല, സോഫ്റ്റ് ആയിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവരൊരു ട്രെയിൽ കുറച്ച് ഡെസേർട്ട്സും പിന്നെ ഐസ്ക്രീമും ഒക്കെ കൊണ്ടുവന്നു. ഞാനാണെങ്കിൽ മധുരം വേണ്ടെന്ന് എൻ്റെ മനസ്സിങ്ങനെ കുറേ നേരം എന്നോട് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഐസ്ക്രീം കണ്ടപ്പോഴത്തേക്കിനും എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ ഐസ്ക്രീമും ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു ചെറിയൊരു പ്ലേറ്റും വാങ്ങിച്ചു. അത് കഴിഞ്ഞ് മറ്റേ ഹാഗൻ ദാസ് എന്തായാലും പേര് ആ സാധനം പേരുള്ള ഐസ്ക്രീം, സ്ട്രോബെറി ഐസ്ക്രീം കുറച്ച് കഴിച്ചു. ആ ഫ്രൂട്ട്സും കഴിച്ചു. അത്ര കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് മത്ത് പിടിച്ചു. ആ സിനിമയും കണ്ട് കഴിഞ്ഞായിരുന്നു. ആ സിനിമ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോഴത്തേക്കിനും 2 മണിക്കൂർ കറക്റ്റായിട്ട് എടുത്തു. ആ സിനിമ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സിംഗപ്പൂർ എത്തി. ഏകദേശം ഒരു അരമണിക്കൂർ ലേറ്റായിട്ടാണ് നമ്മൾ സിംഗപ്പൂർ ചാങ്കി വിമാനത്താവളത്തിൽ വന്ന് ലാൻഡ് ചെയ്തത്. വേറെ എന്നാ പറയാനാ? വേറെ ഒന്നും പറയാനില്ല. അത്രേ ഉള്ളൂ. See you. Bye-bye. Thank you. Thank you. Bye-bye. അയ്യോ, അങ്ങനെ നമ്മൾ സിംഗപ്പൂർ എത്തി ഗൈസ്. അയ്യോ, നല്ല മൂഞ്ചിയ ഫ്ലൈറ്റ് ആയിരുന്നു. പുറത്തിറങ്ങിയിട്ട് ഈ സിംഗപ്പൂർ എയർപോർട്ടിലെ ഈ കാർപ്പറ്റ് വിരിച്ചിട്ടിരിക്കുന്നത് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഫുൾ കാർപ്പറ്റൊക്കെ. പക്ഷേ ഇത് ഈ പെട്ടി ഉരുട്ടിക്കൊണ്ട് പോകാൻ ഭയങ്കര പാടാണ് ഈ കാർപ്പറ്റിൻ്റെ മേളിൽ കൂടെ. അങ്ങനെ സമയം രാത്രി 1:30. അതിവിജനമായി കിടക്കുന്ന സിംഗപ്പൂർ എയർപോർട്ടിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതിവിജനം എന്ന് പറഞ്ഞാൽ അതിവിജനം. ഇവിടെ ഇമിഗ്രേഷൻ കൗണ്ടറേ ഇല്ല. ഇവിടെ ഈ ഗേറ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ വരുന്നതിന് മുമ്പ് ST അറൈവൽ കാർഡ് ഫില്ല് ചെയ്യുക.
നേരെ വരിക, പാസ്പോർട്ട് സ്കാൻ ചെയ്യുക, ആ മെഷീനിലേക്ക് നോക്കുക, പുറത്തിറങ്ങി വരിക. വേറെ ചോദ്യപറച്ചിലോ ഒന്നുമില്ല. വിസ നേരത്തെ എടുത്തിട്ടുള്ളവർക്കാട്ടോ. ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് വിസ നേരത്തെ ഉണ്ട്, അതുകൊണ്ട് ഈ വിസ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നമ്മൾ വിസ എടുക്കണം. സിംഗപ്പൂർ സാധാരണ ആൾക്കാർക്ക് വിസ എടുക്കണം. പിന്നെ US വിസ ഒക്കെ ഉള്ള ആൾക്കാർക്ക് വിസ ഫ്രീ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞിട്ട് വരികയുണ്ട്, അതൊക്കെ കിട്ടും. അങ്ങനെ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടുന്ന് ഗ്രാബ് ടാക്സി ബുക്ക് ചെയ്തിട്ട് ഹോട്ടലിൽ പോകാം. ലിറ്റിൽ ഇന്ത്യയിലാണ് നമ്മൾ താമസിക്കുന്നത്. ടച്ച് ഫ്രീ, വേവ് ടു ഓപ്പൺ. വേവണ്ട, വലിയ ഫാനൊക്കെ കണ്ടോ. ഞാൻ എത്തിയിരിക്കുന്നത് ടെർമിനൽ 4-ലാണ്. ടെർമിനൽ 4 എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏതൊരു ചെറിയ ടെർമിനലാണെന്ന് തോന്നുന്നു. വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു ടെർമിനലാണെന്ന് തോന്നുന്നു. ഇവിടുന്ന് ഞാൻ ഗ്രാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. $25 ഇവിടുന്ന് എനിക്ക് ലിറ്റിൽ ഇന്ത്യയിലുള്ള എൻ്റെ ഹോട്ടലിലേക്ക് പോകാനായിട്ടായത്. $25 എന്ന് പറഞ്ഞാൽ 1800 രൂപയായി. വെറുതെ അല്ല, 1800 രൂപ. ഹോട്ടലിൽ 5000 രൂപ 6000 കാണ്ടി ഉള്ളൂ. ടാക്സിക്ക് 1800 രൂപ. പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഡബിളാണ്. ഇവിടുന്ന് ഹോട്ടലിലേക്ക് 18 കിലോമീറ്റർ ആണേ. 18 കിലോമീറ്ററിനാണ് 1800 രൂപ, അതായത് കിലോമീറ്ററിന് 100 രൂപ. 1800 രൂപയാണെങ്കിൽ വലിയ വണ്ടിയാണല്ലോ വന്നേക്കുന്നത്. ഓട്ടോ ഡോർ ക്വസ്റ്റ്യൻ. ഹായ്, ഹൗ ആർ യു? സുജിത്, യാ. ഹിൽട്ടൺ ഗാർഡനിൽ. ബൈ. അങ്ങനെ ഞാൻ ഹോട്ടലിലെത്തി. ഇത് ലിറ്റിൽ ഇന്ത്യയിൽ തന്നെ. ലിറ്റിൽ ഇന്ത്യയിൽ ഇവിടെ കംപ്ലീറ്റ് രാത്രിയിൽ എന്തൊക്കെയോ ഡെക്കറേഷനൊക്കെ ഉണ്ടാവും. ഞാൻ നാളെ കാണിച്ചു തരാം. ദീപാവലി സെലിബ്രേഷൻ. അപ്പോൾ ലിറ്റിൽ ഇന്ത്യ തന്നെയുള്ള ഹിൽട്ടൺ ഗാർഡൻ ഇൻ, ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഹായ്, checking in here. For your passport, please. Okay. Sujit, sir. Yeah. Staying for the next 2 nights, sir. Yes. So just want to let you know, firstly, welcome to Hilton Garden Inn. Thank you so much for being our Hilton Honor Silver member. Thank you. For this stay, actually, you have been chosen to be our guest of our day. So we upgraded your room from a king to a king deluxe. Ah, okay. The room will be in this tower on the 9th floor. Okay, thank you. Just check, are you staying alone, sir? Yep. I see that you book under the friends and family. Are you working for Hilton? And no, my friends are working for Hilton, yeah. ഇവിടെ പൂളൊക്കെ ഉണ്ടല്ലേ. റെസ്റ്റോറൻറ്റ്, പൂള്, ലോണ്ട്രി. 8, 9. എൻ്റെ 9ാമത്തെ നിലയിലാണ്. സോ ദിസ് ഈസ് മൈ റൂം. നല്ല അടിപൊളി റൂമാണ്. സാധാരണ സിംഗപ്പൂരിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഈ റൂമിൻ്റെ വലിപ്പം ഭയങ്കര വലുതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വെള്ളമൊന്നും വെച്ചിട്ടില്ല. സാധാരണ 2 കുപ്പി വെള്ളം കാണാണ്ടാണ്. വെള്ളമൊന്നുമില്ല. വലിയൊരു വിൻഡോ ഒക്കെ ഉണ്ട്. വിൻഡോയിൽ നിന്ന് പുറത്തേക്ക് ഇപ്പോൾ ഒന്നും കാണാനില്ല. നമുക്ക് പകൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം എന്നെ മാത്രമേ കാണാനുള്ളൂ. സോ ദിസ് റൂം ഈസ് നൈസ്. റൂം വലിയ കുഴപ്പമില്ല. ഇവർ $100 സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അവർ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അത് ചെക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കിനും റിലീസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ പല സ്ഥലങ്ങളിലും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വേണ്ടി വരും. അത് ഹോട്ടലിൽ അവർ അത് ഹോൾഡ് ചെയ്യും. സോ ദിസ് ഈസ് മൈ ടോയ്ലറ്റ്. അപ്പോൾ ഇനി കഥ പറഞ്ഞില്ലല്ലോ. കഥ പറയട്ടെ. ഞാൻ ബുക്ക് ചെയ്തത് കാത്തൈ പസഫിക്കിൻ്റെ എയർബസ് 330 വിമാനം തന്നെയായിരുന്നു. ഞാൻ സൗദി അറേബ്യയിൽ നിന്നും ഹോങ്കോങ്ങിൽ വഴി സിംഗപ്പൂരിലേക്കുള്ള ടിക്കറ്റാണ് ബുക്ക് ചെയ്തത്. ശരിക്കും നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ സെലക്ട് ചെയ്ത സീറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് അവർ കാണിച്ചു തന്ന വിമാനം എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലുള്ള ഇത്തരത്തിലുള്ള ഒരു പൂർണ്ണ വിമാനമായിരുന്നില്ല. അവര് ഈ പറഞ്ഞ പോലെ, ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് പറയാം, നിങ്ങൾ ട്രെയിനിൽ ഫസ്റ്റ് AC ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് കിട്ടുന്നത് തേർഡ് AC ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. അതേപോലെ ആയിരുന്നു സംഭവം. സത്യം പറഞ്ഞാൽ കാത്തൈ പസഫിക്ക്, ഞാൻ വാക്ക് പറയുന്നില്ല, നല്ല രീതിയിൽ പണി തന്നു, മൂജിച്ച് കളഞ്ഞെന്ന് പറയാം. ശരിക്കും ഇങ്ങനെ അല്ല ചെയ്യേണ്ടത്. എക്യുപ്മെന്റ് ചേഞ്ച് ആണ് സംഭവിച്ചത്. ടെക്നിക്കൽ റീസൺ കാരണം എക്യുപ്മെന്റ് ചേഞ്ച് ആയതായിരിക്കാം. പക്ഷേ അവരത് 4 മണിക്കൂറൊക്കെ ഉള്ളൊരു ഫ്ലൈറ്റാണ്. അതും ഇപ്പം രാത്രി 2 മണിയായി, രാത്രി സമയത്ത് പോകുന്ന ഫ്ലൈറ്റാണ്. അപ്പോൾ അവരങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും അതിനൊരു മാന്യമായിട്ട് അപ്പോളജി വേണമെങ്കിലും പറയണ്ടേ. ഇത് യുവർ സീറ്റ് ഇസ് ചേഞ്ച്ഡ് എന്നും പറഞ്ഞുകൊണ്ട് ബോർഡിംഗ് പാസും എടുത്ത് മാറ്റി അങ്ങ് തരികയാണ് ചെയ്യുന്നത്. ശരിക്കും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ലൈക്ക് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. എക്യുപ്മെന്റ് ക്യാൻ ചേഞ്ച് എനി ടൈം എന്നും പറഞ്ഞുകൊണ്ട്, ഓപ്പറേഷണൽ റീസൺസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സോ വി കാനോട്ട് ക്ലെയിം എനി കോമ്പൻസേഷൻ ഓർ സംതിങ്. ബട്ട് എയർലൈൻസ് ചിലപ്പോൾ അത് ചെയ്യാറുണ്ട്. അത് ഭയങ്കര മോശമാണ്. കാരണം നമ്മൾ ഒന്ന് നോക്കി ബുക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് വേറെ ഒന്നാകുമ്പോഴത്തേക്കിനും, അത് കാണുമ്പോഴത്തേക്കിനും അത് നമുക്ക് വളരെയധികം സങ്കടം തോന്നുന്നൊരു കാര്യമാണ്. കാരണം നമുക്ക് ഇത്രയും പൈസ കൊടുത്ത ആൾക്കാർ ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുന്നതിനാണ്, പ്രൈവസി കിട്ടാൻ വേണ്ടിയാണ്. ഇതിപ്പോൾ ഇതും മറ്റേ പ്രീമിയം എക്കണോമിയും തമ്മിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ലാത്ത രീതിയിൽ ഉള്ള ഒരു സംഭവമായിരുന്നു. ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം വീഡിയോ എടുത്തിട്ട് എന്നാ ചെയ്യാൻ, വീഡിയോ ഒന്നും എടുക്കാതെ, കാരണം അവിടെ നിന്ന് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല. കാരണം സാധാരണ രീതിയിൽ നമ്മൾ ബിസിനസ് ക്ലാസ്സിലാണെങ്കിലും എക്കണോമിയിലാണെങ്കിലും ഇരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കും മൈക്ക് ഉണ്ടാവും. മൈക്കിൽ നമ്മൾ വളരെ പതുക്കെ സംസാരിക്കുമ്പോൾ ആർക്കും ഡിസ്റ്റർബൻസ് ആവില്ല. ഇത് തൊട്ടിപ്പുറത്തെ സീറ്റിൽ ആൾക്കാർ ഇരിക്കുമ്പോഴത്തേക്കിനും
നമുക്ക് അതിനകത്തിരുന്ന് എങ്ങനെ സംസാരിക്കാൻ പറ്റും. ദാറ്റ്സ് എ ബാഡ് തിങ് റൈറ്റ്. നമുക്ക് കാരണം അവർക്കും പ്രൈവസി വേണം. അതുകൊണ്ട് ഞാൻ പിന്നെ സംസാരിച്ചൊന്നുമില്ല, ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും? അത് വോയിസ് ഓവർ ഇട്ടാണ് നിങ്ങളെ കാണിച്ചത്, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ അതെനിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആയിപ്പോയി. എന്തായാലും കാറ്റൈ പസഫിക്കിന് ഞാൻ ഇമെയിൽ അയക്കും. ഈ പറഞ്ഞ രീതിയിൽ എക്യുപ്മെന്റ് ചേഞ്ച് വന്നു, അത് എനിക്ക് ബുദ്ധിമുട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇമെയിൽ അയക്കും. ചിലപ്പോൾ എന്തെങ്കിലും പോയിന്റ്സോ അല്ലെങ്കിൽ റീഫണ്ടും തരുന്നില്ല. എന്തെങ്കിലും പോയിന്റ്സോ എന്തെങ്കിലും സംഭവങ്ങൾ അവർ കൊള്ളാം എന്നുണ്ടെങ്കിൽ തരും, അത്രേ ഉള്ളൂ. ബട്ട് ഐ എം നോട്ട് എക്സ്പെക്ടിങ് ദാറ്റ് ഫ്രം ദം. സർവീസ് നല്ലതായിരുന്നു, നല്ല സ്റ്റാഫായിരുന്നു. സ്ലോ ആണ് ഇന്നത്തെ ഫ്ലൈറ്റും സ്ലോ ആണ് സർവീസ്. പക്ഷെ സ്റ്റാഫ് വാസ് റിയലി ഗുഡ്. അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇന്നത്തെ സ്റ്റാഫാണ് ഇന്നത്തെ. അല്ലെങ്കിൽ പൊതുവെ ചൈനീസ് എയർലൈൻസ് എല്ലാം ദേ ആർ നോൺ ഫോർ വെൽ ട്രെയിൻഡ് ആൻഡ് വെൽ ബിഹേവ്ഡ് സ്റ്റാഫ്. സോ ദാറ്റ് വാസ് നൈസ്. ഈവൻ ഫുഡ് വാസ് ഗുഡ്. ഫുഡും നല്ലതായിരുന്നു, മോശമില്ലായിരുന്നു. ഈവൻ ദേ ഹാവ് ഡീസെന്റ് കളക്ഷൻ ഓഫ് drinks as well. So that's it about my Cathay Pacific reviews. Hi Mr. Tony Chan, Singapore. How are you? അങ്ങനെ എന്നെ കാണാൻ വേണ്ടി ഓടി വന്ന നിങ്ങളുടെ സുഹൃത്തിനോട് നന്ദി അറിയിച്ചുകൊള്ളുകയാണ്, പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. വെൽക്കം ടു സിംഗപ്പൂർ. നൻപൻ വയ്യാണ്ടായി എന്ന് അറിഞ്ഞാൽ നമുക്ക് ഓടി വരണ്ടേ? അപ്പോൾ അങ്ങ് സൗദിയിലുണ്ടായിരുന്ന ഞാൻ നേരെ കത്തൈ പസഫിക്കിൻ്റെ വിമാനം പിടിച്ച് ടോണി ചാൻ സിംഗപ്പൂരിനെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ സിംഗപ്പൂർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചൈനീസ് ഫുഡ് കഴിക്കണം. ചൈന ടൗണിൽ പോയി ചൈനീസ് ഫുഡ് കഴിക്കാൻ വേണ്ടി വയറിളകി കിടന്ന ടോണി ചായനെ പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അയ്യോ, സോ ലെറ്റ്സ് ഹാവ് സം ചൈനീസ് ഫുഡ്. ഇവിടെ ഇത് ഭയങ്കര ടൂറിസ്റ്റുകളാണല്ലോ ഇവിടെ. എന്തോരോ ആൾക്കാരാണ് ഇവിടെ. സിംഗപ്പൂർ ഇപ്പം ഭയങ്കര ഒരു വലിയൊരു ടൂറിസ്റ്റ് സ്ഥലമായി മാറിയിരിക്കുകയാണ്. ഇവിടെ ചൈന ടൗണിൽ വന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളെ തട്ടിമുട്ടി നടക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ട്രാൻസിറ്റ് ഉണ്ടല്ലോ, ട്രാൻസിറ്റ് നല്ലൊരു ട്രാൻസിറ്റ് ഹബ്ബാണ്. ഒരു പകൽ മുഴുവൻ ആൾക്കാർ വേണമെങ്കിൽ ഇവിടെ ചിലവഴിച്ചിട്ട് പോകുന്ന രീതിയിലൊക്കെ ട്രാൻസിറ്റൊക്കെ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങനെ ട്രാൻസിറ്റ് പാസഞ്ചേഴ്സ്, ഇപ്പം എന്നെ പോലെ തന്നെ. ഇപ്പം ഞാൻ തന്നെ ട്രാൻസിറ്റ് അല്ലേ, ഞാൻ നാളെ ഇവിടുന്ന് പോകുമല്ലോ. അപ്പോൾ ഇല്ലില്ല, ഒന്നും ചോദിച്ചില്ല. ഇമിഗ്രേഷനൊക്കെ എന്താ ഇപ്പം ഇമിഗ്രേഷൻ കൗണ്ടറിൽ ആൾക്കാരൊന്നും ഇല്ല, ആരുമില്ല. ഇമിഗ്രേഷനൊക്കെ എല്ലാം ഫുൾ ഇ-ഗേറ്റ് മാത്രമേ ഉള്ളൂ അവിടെ. പാസ്പോർട്ട് അവിടെ ജസ്റ്റ് സ്കാൻ ചെയ്യുക, ഇറങ്ങി വരിക. STR ഇവിടെ തമ്പില്ല. നിങ്ങൾക്ക് തമ്പുണ്ടോ? പാസ്പോർട്ടിന്റെ ആവശ്യം. ഓ, നിങ്ങൾക്ക് ഫേസ് ആണെങ്കിലും മതിയോ അല്ലേ? അതിപ്പോൾ ഞങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് ദുബായി പോയാൽ പാസ്പോർട്ട് വേണ്ട, മുഖം കാണിച്ചാൽ മതി, ഫേസ് മതി ഇന്ത്യക്കാർക്ക്. പക്ഷേ ഇന്ത്യക്കാർക്ക് ഇന്ത്യയിൽ നമുക്ക് ബോർഡിംഗ് പാസ് വേണം, പാസ്പോർട്ട് വേണം, തമ്പ് വേണം, ഫേസ് വേണം. പുതിയത് വന്നു. പക്ഷേ അതിനകത്ത് തന്നെ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യണം, പാസ്പോർട്ട് സ്കാൻ ചെയ്യണം, തമ്പ് വേണം, ഫേസും വേണം. ഈ 4 സാധനം വേണം. അത് കുറയ്ക്കുമായിരിക്കും. ഭാവിയിൽ പല പരിപാടികളും വരുമായിരിക്കും. എന്തായാലും വി ആർ വാക്കിംഗ് ടുവാർഡ്സ് ദ ചൈനീസ് റെസ്റ്റോറൻറ്റ് വിച്ച് വി ഗോ റെഗുലർലി. ഓറിയൻ്റൽ ചൈനീസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഗൈസ്. ഇവിടെ റോഡ് സൈഡിലാണ്. ഈ റോഡ് സൈഡിൽ രാത്രി ആകുമ്പോഴത്തേക്കിനും ഇവിടെ ഭയങ്കര തിരക്കാണ്. 24 hours പ്രവർത്തിക്കുന്ന ഒരു കടയാണെന്ന് തോന്നുന്നു. കാരണം രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ ഇവിടെ ഞങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇവിടെ കുറേ കടകളുണ്ട്. ഈ കുറേ കടകളിൽ ഏത് കടകളിൽ വേണമെങ്കിലും നമുക്കിരിക്കാം. ഇതെല്ലാം ഒറ്റ കിച്ചണാണ്, മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ മേളിൽ താഴെ അവിടെ ഇവിടെ എല്ലാം. ഹായ്, ഹൗ ആർ യു? Yeah, 2 person. Yeah, അതും ഇരിക്കും. ടോണി ചാൻ സിംഗപ്പൂർ കാര്യമായിട്ട് ഞങ്ങൾ എവിടെ ഇരുന്നാണ് ഇനി മൊത്തം വെജിറ്റേറിയൻ. ശരിക്കും ഇതൊക്കെ കഴിക്കാൻ പാടുള്ളത്. ചിയേഴ്സ് ബ്രോ, ചിയേഴ്സ്. നല്ല പുകയുന്ന ബിയർ അല്ലേ, നല്ല ചൂട് ബിയർ. നിങ്ങളെ ഇച്ചിരി കളർ കൂടുതലാണ്. ഇത് ചൈനീസ് ടീ ആണ് ഗൈസ്. ഇത് മുട്ടയും മുളകും കൂടി ഇട്ട സാധനം. ഇത് നമ്മുടെ ബീൻസ്, അതായത് സ്റ്റിർ ഫ്രൈഡ് ബീൻസ്. അങ്ങനെ നമ്മുടെ പെറുക്കി തിന്നുന്ന ചിക്കൻ വന്നിരിക്കുകയാണ്. സിച്ചുവാൻ സ്റ്റൈലിലെ പെറുക്കി തിന്നുന്ന ചിക്കൻ. ഇത് ബോൺലെസ് ആണ്. ഇതിനകത്ത് കപ്പലണ്ടിയും പിന്നെ മറ്റേ സിച്ചുവാൻ പെപ്പർ, പിന്നെ ഇതിനകത്ത് ചിക്കൻ എത്ര പീസ് ഉണ്ടോ അതിൽ കൂടുതൽ മുളകുണ്ടാവും. അതാണ് സാധനം. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് മുളകും മുട്ടയും, വേറൊന്നുമില്ല, മുളകും മുട്ടയും. അടിപൊളി ഫുഡാണ്. നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമാണ്. ഈ കപ്പലിൻ്റെയൊക്കെ ഇങ്ങനെ തുറക്കിയെടുത്ത് കഴിക്കണം. ഉണ്ടോ?
ഇതാണ് പറക്കി തിന്ന ചിക്കൻ. ഇതാണ് നമ്മുടെ ഗ്രിൽഡ് വഴുതനങ്ങ. അതിനകത്ത് ഗാർലിക്കൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഗ്രില്ല് ചെയ്തുകൊണ്ട് തന്നിരിക്കുകയാണ് ഈ സാധനം. അതിങ്ങനെ തോണ്ടി എടുത്ത് കഴിക്കണം. ഗൈസ്, ഇത് നമ്മുടെ ഇലയാണിത്. ഇല ഗ്രില്ല് ചെയ്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മുടെ എന്താ ചൈവ്സ് എന്ന് പറഞ്ഞ ഇലയാണ്. ഇതിൻ്റെ മേളിലൊരു ഇവരൊരു മസാലപ്പൊടി പോലൊരു സാധനം ഇടും. ഈ സാധനമാണ് നമ്മളങ്ങനെ ഷിൻജിയാങ് ഭാഗത്ത് പോകുമ്പോഴത്തേക്കിനും നമുക്ക് കിട്ടുന്ന ഫുഡിൻ്റെ ഒരു ടേസ്റ്റ്. അത് ഈ പൊടിയാണ്, ആ ഒരു മസാലപ്പൊടി. നമ്മുടെ ചാറ്റ് മസാല പോലൊരു സാധനമാണ്. ഓ, മസാല ടേസ്റ്റാണ്. ഇല ഇത് നമ്മുടെ വഴുതനങ്ങ. ആ വഴുതനങ്ങയ്ക്കകത്ത് ഈ പറഞ്ഞ പോലെ വേറെ ഒന്നും ഇട്ടിട്ടില്ല. അതായത് കുറച്ച് മുളക്, മല്ലിയില, പിന്നെ അവർ ഗാർലിക്കാണ് ഇതിൻ്റെ മെയിൻ സാധനം. ഗാർലിക് ഇട്ടിട്ട് സെറ്റാക്കിയിട്ടിരിക്കുന്ന ഗ്രില്ല് ചെയ്തെടുത്തിരിക്കുന്ന വഴുതനങ്ങ, ഗാർലിക് ഫിൽഡ് വഴുതനങ്ങ. ഇതിങ്ങനെ ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കണം. സ്പൂണാണ് നല്ലത്. ഓ, അടിപൊളിയല്ലേ? പൊളി സാധനം. ആ ഇല അടിപൊളി, വഴുതനങ്ങ അടിപൊളി. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് വയറ് നിറഞ്ഞ്. പക്ഷെ മത്ത് പിടിക്കൂല, അതാണ് ഇതിൻ്റെ ഗുണം. നമ്മൾ ഇന്ത്യൻ ഫുഡ് കഴിച്ചാൽ നമുക്ക് മത്ത് പിടിക്കും. ഇത് കഴിച്ച് കഴിഞ്ഞാൽ മസാലയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ മത്ത് പിടിക്കില്ല. വയറ് നിറഞ്ഞു. ഇനി എനിക്ക് ഫുഡൊന്നും വേണ്ട. ഇവിടുത്തെ കഥകളും മറ്റു സംഭവങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ചൈന ടൗണിൻ്റെ ചരിത്രം വരച്ചു വെച്ചിരിക്കുന്ന ചുമരുകൾ നമുക്കിവിടെ കാണാം. ദീപാവലി ആയില്ല, അതിന് മുമ്പേ ഇവിടെ ലിറ്റിൽ ഇന്ത്യ സ്ട്രീറ്റിലെല്ലാം ലൈറ്റൊക്കെ ഇട്ട്, രാത്രി ഇന്നലെ വന്നപ്പോഴത്തേന് ഫുള്ള് ലൈറ്റായിരുന്നു. ഇവിടെ മൊത്തം ഡെക്കറേഷൻസും പരിപാടികളൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് പരിപ്പോട വാങ്ങിച്ചു തന്നില്ലെങ്കിൽ ഒരു കടയുണ്ടായിരുന്നു, പക്ഷെ അത് പരിപ്പോട എന്ന് പറഞ്ഞിട്ട് ഇന്നലെ അവിടെ പരിപ്പോട കഴിക്കാൻ പോകുന്ന എനിക്ക് പരിപ്പോട വേണം. എവിടെ ആണെങ്കിലും പരിപ്പോട വേണം. ചൈനീസ് ഫുഡ് കഴിച്ച് കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് വീണ്ടും വിശന്നൊന്നും ഇല്ല, പക്ഷെ എന്നാലും നമ്മൾ വെറുതെ ഇങ്ങനെ എന്താ പറയുക, ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. ചായയും അവിടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. പരിപ്പട ഉണ്ടോ? പരിപ്പട, ചായ, പരിപ്പട, സമോസ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കി ഇറങ്ങിയതാണ്. ഇവിടെ ഉഴുന്നുവടയുണ്ട്, ഉഴുന്നുവട, പിന്നെ സവാള വട, പരിപ്പട ഉണ്ട്. കഴിയല്ലേ? വേണ്ട, അല്ല വയറ് ശരിയാവും, കറക്റ്റാവും, അടിപൊളിയായിരിക്കും. അതായത് നല്ല നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ സെയിം ഉഴുന്നുവടയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചായ വിത്തൗട്ട് ഷുഗർ കിട്ടുമല്ലോ അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് ഉള്ളിവടയും ഇത് കളർ കണ്ടോ, ഓരോന്നിൻ്റെ ഓരോ കളറാണ്. 2 ഉഴുന്നുവട, ഇല്ല കഴിക്കാൻ. പരിപ്പുവട, ഉള്ളിവട, ചട്നി എടുക്കാം. വേണ്ട, താങ്ക് യു. അപ്പോൾ നല്ല ചൂട് ചായ, ഉഴുന്നുവട, ചൂടില്ലാത്ത ഉഴുന്നുവട, ചൂടില്ലാത്ത ഉള്ളിവട, ചൂടില്ലാത്ത പരിപ്പുവട. നമ്മളിപ്പോൾ ഈ സിംഗപ്പൂരും മലേഷ്യയും ഇതുപോലുള്ള പല രാജ്യങ്ങളും പോകുമ്പോഴത്തേക്കിനും, ഇത് ദുബായ് ആണെങ്കിലും എവിടെ ആണെങ്കിലും, എനിക്കിപ്പോൾ ഇവിടെയൊക്കെ പോകുമ്പോഴത്തേക്കിനും കൊച്ചിന് തിരുവനന്തപുരം പോകുന്ന പോലെ, അല്ല ബാംഗ്ലൂർ പോകുന്ന പോലെ, ഡൽഹി പോകുന്ന പോലെയൊക്കെ തന്നെയാണ്. ഡൽഹി പോയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ അപരിചിതത്വം ഫീൽ ചെയ്യും. പക്ഷേ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേക്കിനും ഇപ്പോൾ ഭയങ്കര എന്താ പറയുക, ഹോംലി ഫീൽ എന്ന് പറയാൻ പറ്റില്ല, വേറെന്തോ ഫീലാണ് ഗൈസ്.